എന്താണ് അവസ്ഥ? വേറെ 5000 ഉറുപ്പില്ലേ ഞാൻ ചോദിക്കുള്ളൂ. എന്റെ കൂട്ടുകാരന്മാരെ അച്ഛനും അമ്മക്ക് 10ഉം 15ഉം ഗൾഫിൽ നിന്ന് കൊടുത്തേക്കത്. ഇവിടെ 1 ഉറുപ്പ്യക്ക് വേണ്ടി എന്നത് ഇതാണ് അവസ്ഥ. എന്നത് ഈ കുടുംബത്തുള്ള പാടാണ്. 1 ഉറുപ്പ്യ ചോദിക്കണമെങ്കിൽ പത്രം വെച്ച് ഇറക്കണം. ഞാൻ വേറെ 5000 ഉറുപ്പില്ലേ ചോദിക്കണുള്ളൂ. വാപ്പി ഇതുവരെ കേൾക്കണ്ട. എനിക്ക് നാളെ 6 മണിക്ക് പൈസ കിട്ടിയാൽ മതിയാവും. എനിക്ക് എന്റെ കൂട്ടുകാരന്മാരും വലിയ നാളെ കാണാൻ പറ്റൂല. നീ ഇതും പറഞ്ഞ് ഇവിടെ എനിക്ക് തല്ലിപ്പൊളി ഉണ്ടാക്കണ്ട. നാളെ നീ എന്റെ പണി സ്ഥലത്തേക്ക് വാ. ഞാൻ ഒരാളെ എന്ന് പൈസ മേടിച്ച് നിനക്ക് തരാം. അയൽവക്കത്തൊക്കെ വീട്ടുകാരുള്ളതാണ്. ഇവിടെ കിടന്ന് ഒച്ചെടുത്ത ആൾക്കാർ കേൾക്കണ്ട. എടാ ഒരു 10 മിനിറ്റ്. ഞാനേ പാപ്പടപ്പാൻ സെറ്റ് വന്നേക്കാണ് പൈസ വാങ്ങാനായിട്ട്. നീ വണ്ടി റെഡി ആയിക്കോ, ഞാനപ്പോൾ ഇതിനെത്തും. ശരി എന്നാ, ഓക്കെ. എന്തായാലും നടുവേന അറിയില്ല. അസുഖല്ലേ? ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ലാന്ന്. നമുക്കിത് കിട്ടുന്നോണ്ട് തന്നെ ചെലവിനോ ഉള്ളു. പിന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എവിടെ പൈസ? മോനൊന്ന് ജോലിക്ക് പോകാനായിട്ട് ഒന്ന് ഉഷാറായി കിട്ടിയ നമുക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. ഇത് അതായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാണ്? നമുക്ക് കിട്ടുകൊണ്ട് ഇതൊന്നും തികയില്ല. ഇങ്ങനെ പോണ്. എന്ത് ചെയ്യാൻ പറ്റും? ജോലിക്ക് പോകാൻ പറ്റും. എവിടെയെങ്കിലും പോയി ഹോസ്പിറ്റലിൽ 2 ദിവസം കിടക്കാന്ന് വെച്ചാല് അതൊന്നും നടക്കൂല. പണിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ കുടുംബം പോവും? അത് ശരി. പക്ഷേ നമ്മുടെ സുഖക്കേട് മാറിയാലേ നമുക്ക് പിന്നെയും പണിയെടുക്കാൻ പറ്റില്ല. TV ഞാൻ അയച്ചിട്ടുണ്ട്. മാസം 1-ാം തീയതി 300 രൂപ പിന്നെ വിളിക്കാം. അതിന് വേണം. എന്താ പറയാ ഓനെന്താ പണി സ്ഥലത്തേക്ക് വരാഞ്ഞ്? അപ്പൊ മോലാളുടെ പൈസ രാവിലെ മേടിച്ചു വെച്ചാണ്. ഓന് ടൂറിനോണ്ടേ. എന്നാ പൈസ കൊണ്ട് കൊടുക്ക. എവിടെയാണ് കൊണ്ട് കൊടുക്കണ്ടോന്ന് ചെല്ല്. വേണ്ടാപ്പാ, ഈ പൈസ കൊണ്ട് ടൂർ പോയാല് പടച്ചോൻ എന്നോട് പൊറുക്കൂല. പടച്ചോനൊക്കെ പൊറുക്കും മോനെ. നിങ്ങളുടെ പ്രായത്തിലാണ് ടൂറൊക്കെ പോണ്ടത്. ബാബിച്ചൊക്കെ ഒരു സിനിമ കാണാൻ കൊതിച്ചിട്ടുണ്ട്. അത് ഇന്നും നടന്നിട്ടില്ല. കുടുംബത്തിന്റെ പ്രാരാബ്ദവും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ബാബിച്ച ജീവിക്കണത്. നല്ലത് വേണ്ടാപ്പാ. വാപ്പ ഇപ്പോഴും ഈ പഴയ ഷർട്ടും പൊട്ടിയ ചെരുപ്പൊക്കെ ഇട്ടാണ് നടക്കണത്. വാപ്പ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് പണി സീറ്റ് വന്നപ്പോഴാണ് വാപ്പ എനിക്ക് മനസ്സിലായത്. വാപ്പ കല്ല് ചോന്നുകൊണ്ടോടാണ്ടിട്ട് നെഞ്ചി തകർന്നു പോയി വാപ്പ. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും വാപ്പാക്ക് പറ്റൂലെന്ന് പറഞ്ഞാലും എന്റെ വാശിയുടെ മുന്നിൽ വാപ്പ എനിക്ക് സാധിച്ചു തരാറ്. അതെങ്ങനെയാണെന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കണം. വാപ്പ ഉള്ളിടത്തോളം കാലം മക്കള് കഷ്ടപ്പെടരുത്. വാപ്പാക്ക് അത്ര ഉള്ളു. ഞാൻ എന്റെ കൂട്ടുകാരനോട് ഒരു ജോലിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും അടുത്ത മാസം ശരിയാകും വാപ്പ. ആ ജോലി ഇട്ട് കഴിഞ്ഞാൽ എന്റെ വാപ്പാനെ ഒരു കൊടുത്തേക്കും വിടൂല. ഞാൻ നോക്കിക്കോളാം എന്റെ വാപ്പ.